നാറ്റമണം എന്നൊരു കവിത. എൻ ഓർമ്മയുടെ വിമാനം അങ്ങ് പറന്നിറങ്ങി ഒരു ഭയങ്കര ദിനം. 80 കാലമധ്യം പഴയ കൊയിലോൺ കോൺവെന്റ് റോഡിലെ ശ്രീനിവാസ് ഭവനിൻ നേർ എതിർവശ വീട്ടിലെ സംഭവം. എൻ ഓർമ്മയുടെ വിമാനം അങ്ങ് പറന്നിറങ്ങി ഒരു ഭയങ്കര ദിനം. 80 കാലമധ്യം പഴയ കൊയിലോൺ കോൺവെന്റ് റോഡിലെ ശ്രീനിവാസ് ഭവനിൻ നേർ എതിർവശ വീട്ടിലെ സംഭവം. അവിടുത്തെ 60 വയസ്സ് അമ്മുമ്മ അന്നേ നാൾ സന്ധ്യയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ധൃതിയിൽ ഏതോ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഓടിയെത്തി എന്നറിയുന്നതും പിന്നിൽ ഒരു നിശബ്ദ ആംബുലൻസ് ആ രുക്മിണി അമ്മുമ്മ കൊണ്ടുവരപ്പെട്ടു. പിറ്റേന്നാൾ ഏതോ അഗ്നിക്ക് അതിൻ വിശപ്പും ദാഹവും അകറ്റുവതിന്. അവിടുത്തെ 60 വയസ്സ് അമ്മുമ്മ അന്നേ നാൾ സന്ധ്യയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ധൃതിയിൽ ഏതോ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഓടിയെത്തി എന്നറിയുന്നതും പിന്നിൽ ഒരു നിശബ്ദ ആംബുലൻസ് ആ രുക്മിണി അമ്മുമ്മ കൊണ്ടുവരപ്പെട്ടു. പിറ്റേന്നാൾ ഏതോ അഗ്നിക്ക് അതിൻ വിശപ്പും ദാഹവും അകറ്റുവതിന്. അയൽ വീട് എന്നാൽ എൻ കുടുംബ വീടിനും ഒരേ മുറ്റം. നല്ല വണ്ണമുള്ള അമ്മുമ്മ എന്തെങ്കിലും കഴിക്കുക ഒരു ഹോബി എന്നിരിക്കെ മരണത്തെ പുൽകിയ നാൾ നിറഞ്ഞ വയറ് ഒഴിഞ്ഞത് മരണാനന്തര പ്രക്രിയകൾക്ക് മറ്റുള്ളവരാൽ അവരുടെ ഭൂത ഉടൽ ഉയർത്തപ്പെട്ടപ്പോൾ. മരണവീട് ആകെ ഒരു സെപ്റ്റിക് ടാങ്ക് തുറന്നത് പോലെയായി. അയൽ വീട് എന്നാൽ എൻ കുടുംബ വീടിനും ഒരേ മുറ്റം. നല്ല വണ്ണമുള്ള അമ്മുമ്മ എന്തെങ്കിലും കഴിക്കുക ഒരു ഹോബി എന്നിരിക്കെ മരണത്തെ പുൽകിയ നാൾ നിറഞ്ഞ വയറ് ഒഴിഞ്ഞത് മരണാനന്തര പ്രക്രിയകൾക്ക് മറ്റുള്ളവരാൽ അവരുടെ ഭൂത ഉടൽ ഉയർത്തപ്പെട്ടപ്പോൾ. മരണവീട് ആകെ ഒരു സെപ്റ്റിക് ടാങ്ക് തുറന്നത് പോലെയായി. ഉടൻ എന്നുടെ സ്വന്തം അച്ഛൻ തന്നുടെ വിദേശ നിർമ്മിത പെർഫ്യൂം കളക്ഷൻസിൽ നിന്നും ഒരെണ്ണം അല്ല 2 3 എണ്ണം ആ അമ്മുമ്മയുടെ വീട്ടിലെ ഒരു കൗമാരക്കാരി റാണി ആ സെന്റ് കുപ്പികൾ പൊട്ടിച്ചൊഴിച്ചത് ആ ശവശരീരത്തിൻ ശിരസിൽ. ഉടൻ എന്നുടെ സ്വന്തം അച്ഛൻ തന്നുടെ വിദേശ നിർമ്മിത പെർഫ്യൂം കളക്ഷൻസിൽ നിന്നും ഒരെണ്ണം അല്ല 2 3 എണ്ണം ആ അമ്മുമ്മയുടെ വീട്ടിലെ ഒരു കൗമാരക്കാരി റാണി ആ സെന്റ് കുപ്പികൾ പൊട്ടിച്ചൊഴിച്ചത് ആ ശവശരീരത്തിൻ ശിരസിൽ. അവിടം അങ്ങനെ ആ മരണ അന്തരീക്ഷം മണവും നാറ്റവും കലർന്ന എൻ 13 വയസ്സ് ഇന്നേ ഈ കവിത ചൊല്ലലിൽ പറന്നിറങ്ങി ആ പഴയ വിമാനത്തിൽ തന്നെ. അവിടം അങ്ങനെ ആ മരണ അന്തരീക്ഷം മണവും നാറ്റവും കലർന്ന എൻ 13 വയസ്സ് ഇന്നേ ഈ കവിത ചൊല്ലലിൽ പറന്നിറങ്ങി ആ പഴയ വിമാനത്തിൽ തന്നെ. എന്നാലും നാറുന്ന മനിത ഉടലിന് എന്തെല്ലാം ഡിയോ സ്പ്രേയും പെർഫ്യൂംസും നിത്യവും മേലാസകലം പൂശി പറത്തി മണപ്പിക്കുന്നു. ഒടുക്കം ഏത് സുന്ദര ഉടലും അഗ്നിക്ക് നൽകിയില്ലെങ്കിൽ ആകെ നാറുമേ ഭൂമിയിലെ മഹാമനിതർ ആര് എങ്കിലും അല്ലേ. എന്നാലും നാറുന്ന മനിത ഉടലിന് എന്തെല്ലാം ഡിയോ സ്പ്രേയും പെർഫ്യൂംസും നിത്യവും മേലാസകലം പൂശി പറത്തി മണപ്പിക്കുന്നു. ഒടുക്കം ഏത് സുന്ദര ഉടലും അഗ്നിക്ക് നൽകിയില്ലെങ്കിൽ ആകെ നാറുമേ ഭൂമിയിലെ മഹാമനിതർ ആര് എങ്കിലും അല്ലേ.